ശരിയാണ്. കുറെ ആൾക്കാർക്ക് ഇപ്പൊ നമ്മളെ സ്റ്റാർട്ടിങ്ങിലൊക്കെ വരുന്ന ആൾക്കാർക്ക് അവർക്ക് അറിയില്ല എന്തിനാണ് മൈൻഡ് സെറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മൈൻഡ് സെറ്റ് എന്തുകൊണ്ട് നമ്മൾ സ്ട്രോങ് ആക്കണം. അവര് വിചാരിക്കുന്ന ഇപ്പൊ ചില ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അടുത്ത് വരുമ്പോൾ അവരുടെ ഒറ്റ ലക്ഷ്യം ഉണ്ടാവുള്ളൂ, കുട്ടിയാവണം. ഇതിന്റെ അപ്പുറത്തേക്ക് അവർക്ക് ചിന്തിക്കാനൊന്നുമില്ല. പ്രത്യേകിച്ച് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ലേഡീസിനാണ് ഈ പ്രശ്നം കൂടുതൽ നമ്മൾ കാണുക. ബിക്കോസ് അവരുടെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഈ വീടും വീട്ടുകാരും അതിന്റെ ഇടയിൽ കുട്ടി ആയിട്ടില്ല. ഈ ഒരു സംഭവത്തിൽ നിൽക്കുമ്പോൾ എങ്ങനെയായാലും കരിയർ സെറ്റ് ആവേണ്ട, ഫാമിലി സെറ്റ് ആവേണ്ട, ഒന്നും പ്രശ്നമില്ല. കുട്ടി എന്നായിക്കിട്ടേ ഇവർക്കൊക്കെ സമാധാനമാവും. ഈ ഒരു എന്തൊക്കെ സ്ട്രഗിളിന്റെ ഇടയിലും ഓരോ സാധനം ഇതാണ്. ആ ഇൻഫെർട്ടിലിറ്റി എന്നല്ലാതെ വേറെ സ്ട്രഗിളൊക്കെ ഉണ്ടാവും. എന്നിരുന്നാലും ഇതിന് കരകയറാനൊക്കെ വേറെയും കുറേ സാധനങ്ങൾ സ്ത്രീകൾക്ക് ചെയ്യാണ്ട്, അതൊന്നും ഇവർ ചെയ്യൂല. അതൊന്നും നമുക്കുള്ളതല്ല, അതൊന്നും നമ്മൾ ചെയ്യേണ്ടതല്ല എന്നുള്ള അത് മൊത്തത്തിൽ നമ്മുടെ സൊസൈറ്റി അങ്ങനെ ഒരു സാധനത്തിന് മുമ്പേ സ്ത്രീകൾ വെച്ച് പുലർത്തുന്ന ഒരു സാധനം. എത്രയോ കേസുകൾ ഞാൻ പറയട്ടെ, ഈ പഠിച്ചുകൊണ്ടിരുന്ന ആളുകൾ, ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ, അവരതൊക്കെ കിറ്റ് ചെയ്ത് ഇനി ഞാൻ പ്രഗ്നന്റ് ആയിട്ടേ ഇതിന് പോകണുള്ളൂ എന്ന് പറഞ്ഞിട്ട് എത്രയോ പേഷ്യൻസ് ഉണ്ട്. ദുബായിലൊരു പേഷ്യൻ്റ് എനിക്ക് ഓർമ്മയുണ്ട്. അവർ പിന്നെ എന്താ പറയുക, നമ്മളിപ്പോൾ സിക്ക് ലീവ് ചെയ്തല്ലോ, അതുപോലെ വന്ധ്യതയ്ക്ക് വേണ്ടി ഒരു ലീവ് ലെറ്റർ ചെയ്തിരുന്നു, 1 വർഷത്തേക്ക് വേണം. അങ്ങനെ ഒരു സാധനമല്ല, അതിനൊന്നും കുറ്റി ചെയ്ത് പോകേണ്ട കാര്യമില്ല. വേറെ എന്തെങ്കിലും രീതിയിൽ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടായാൽ മതി. എൻഗേജ്ഡ് ആയിട്ട് ഒന്നും ചെയ്യാതെ ഞാൻ ഇത് മാത്രം ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഇതായിട്ടേ ഇനി എനിക്കൊരു ലൈഫുള്ളൂ എന്ന് ചിന്തിക്കുന്നതേ ശരിക്കും അതൊരു ശരിയായിട്ടുള്ള തോട്ടും അല്ല, ശരിയായിട്ടുള്ള കാര്യമല്ല. ഞാൻ എൻ്റെ അടുത്ത് ഇഷ്ടംപോലെ കേസുകളുണ്ട്. സ്റ്റഡീസ് കിട്ടിയത് കുട്ടികളെ എനിക്കറിയാം, ജോലി കിട്ടിയത് കുട്ടികളെ എനിക്കറിയാം. അവരിങ്ങനെയൊക്കെ ആയിപ്പോകാനുള്ള റീസൺ പ്രഷറാണ്, പ്രത്യേകിച്ച് ഇൻലോസിൻ്റെ സൈഡിൽ നിന്നുള്ള പ്രഷർ. നിനക്ക് ഇനി പഠിച്ചാൽ മതിയല്ലോ, നിനക്ക് ജോലി മാത്രം മതിയല്ലോ, ഫാമിലി വേണ്ടല്ലോ, നീ ഇത് ബേബിക്ക് ട്രൈ ചെയ്യാഞ്ഞിട്ടല്ലേ എന്നുള്ള കുറ്റപ്പെടുത്തലിനാണ് പലപ്പോഴും ഈ കുട്ടികൾ ഇത്രയും എന്താ പറയുക അവരുടെ ലൈഫിൽ അത്രയും മോശമായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കേണ്ടി വരുന്നത്. പിന്നെ ഇവരുടെ മനസ്സിൽ എന്താണ്, ഈ ജോലി ക്വിറ്റ് ചെയ്തതിലുള്ള വിഷമം അത് വേറെ, മനസ്സിലായോ? അവർക്ക് കുട്ടികളാകാത്തതിലുള്ള സങ്കടം അത്, പ്ലസ് ഇത് ക്വിറ്റ് ചെയ്തതിലുള്ള സങ്കടം വേറെ, ഇത് രണ്ടും കൂടി ആവുകയേ ചെയ്യുന്നുള്ളൂ. ചുറ്റുള്ള ആൾക്കാരെ മാനേജ് ചെയ്യാനുള്ള പ്രഷർ വേറെ. ഓലതൊക്കെ എന്ത് മറുപടി പറയണം, ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ചൊറിച്ചിൽ എങ്ങനെ മാറും, ഒക്കെ പലപ്പോഴും ഇൻഫെർട്ടിലിറ്റി ഫേസ് ചെയ്യുന്ന പെൺകുട്ടികൾ ഇപ്പോൾ അവരുടെ വീട്ടിൽ ജോയിൻറ്റ് ഫാമിലി ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡിന് കുറച്ച് ബ്രദേഴ്സ് സിസ്റ്റേഴ്സൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവരുടെയൊക്കെ കാര്യങ്ങളും കൂടി ഇവരെ ഏറ്റെടുക്കേണ്ടി വരും. കാര്യം അവർക്കൊക്കെ കുട്ടികളുണ്ട്, ഇവർക്ക് കുട്ടികളില്ല, അതുകൊണ്ട് ഇവർക്ക് കുറേ ഫ്രീ ടൈം ഉണ്ട്, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഇവരുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറും. അത് പലപ്പോഴും ഇൻഫെർട്ടിലിറ്റി ഉള്ള കുട്ടികൾ മറ്റ് കാര്യങ്ങളിൽ ബിസി ആണെങ്കിൽ ഇവരെ ഈ ഒരു രീതിയിൽ ആരും യൂട്ടിലൈസ് ചെയ്യില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എപ്പോഴും ബിസി ആയിട്ട് ഇരിക്കാൻ എന്തെങ്കിലും ഒരു കാര്യം എല്ലാ ഇൻഫെർട്ടിലിറ്റി ഫേസ് ചെയ്യുന്ന ആളുകളും ചെയ്യണം, എന്തെങ്കിലും ചെയ്യണം, പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണം. അത് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഉള്ളതാവാനും മാക്സിമം ട്രൈ ചെയ്യണം. അങ്ങനെ എന്തെങ്കിലും റിട്ടേൺസ് കിട്ടുന്ന സംഗതി ആകുമ്പോൾ നമ്മൾ ഒന്നും കൂടി ഫോക്കസ് ചെയ്ത് ചെയ്യും. നമുക്ക് കിട്ടുമ്പം ഇൻകം വരുമ്പോൾ നമുക്കതിൽ കൂടുതൽ അതൊരു മോട്ടിവേഷനാവും, അത് ചെയ്തുകൊണ്ടിരിക്കാനും. അതിനു വേണ്ടിയുള്ള സ്കില്ല് പഠിക്കുക, പുതിയ കാര്യങ്ങൾ പഠിക്കുക, കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റിയ കോഴ്സസ് ചെയ്യാം, എന്നിട്ട് ഒരു ജോബ് കിട്ടുന്ന രീതിയിൽ കാര്യങ്ങൾ. ഇതൊന്നും ചെയ്യാൻ പിന്നെ ചില കേസ് എന്താ വെച്ചാൽ, ഇപ്പോൾ ഒറ്റ മോനെ ഉണ്ടാവുള്ളൂ, പുള്ളി ഗൾഫിലാവും, മോള് വീട്ടിലുണ്ടാവും, അമ്മായിമ്മയൊക്കെ ഉണ്ടാവുള്ളൂ, വേറെ ആരും ഉണ്ടാവില്ല, മക്കളായിട്ടും ഉണ്ടാവില്ല. PCOD സിറ്റുവേഷൻസ് ഉണ്ടാവും. ഇവർ വെറുതെ റീലും കണ്ട് ഫോണും കണ്ട് ഇങ്ങനെ ഇരിക്കും. കാരണം വേറെ ഒന്നും ചെയ്യാൻ ആൾ ഫ്രീ ആണ്, എപ്പോഴെങ്കിലുമൊക്കെ പുറത്തേക്ക് ഫുഡ് കഴിക്കും, അതല്ലാണ്ട് ഒന്നും ചെയ്യുന്നില്ല. ഇത് കുറേയൊക്കെ പോകും. ആദ്യത്തെ 1-2 വർഷം ഇങ്ങനെ പോകും, പിന്നീട് അവിടേക്ക് മടുപ്പ് തുടങ്ങും, പിന്നീട് ഇവിടെ കരിയറൊക്കെ വേണമെന്ന് ആലോചിക്കുക. അപ്പോൾ അത്ര സമയം ഒഴിവ് സമയങ്ങളുണ്ടോ, അത് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം, പ്രൊഡക്റ്റീവ് ആക്കാം, ഒരു ഇൻകം എങ്ങനെ ജനറേറ്റ് ചെയ്യാം, അത് സീരിയസ് ആയിട്ട് അവരൊക്കെ ആലോചിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിനൊക്കെ നിങ്ങളെ വീണ്ടും ഞാൻ വേണ്ടത് നിങ്ങളെ കിട്ടിയോട് പറഞ്ഞിട്ട് നിങ്ങളാണ് നല്ലത്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു സാധ്യതകളാണ് അവിടെയൊക്കെ. അതെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇതേപോലെ എനിക്ക് ചോദിക്കാൻ ആഗ്രഹമുള്ളൊരു കാര്യമാണ്. ബിക്കോസ് ഞാൻ കുറേ കേസസ് ഇപ്പോൾ കണ്ടുള്ളൊരു ഇതിൽ പറയുകയാണ്, PCOD എന്നുള്ളത് അത് ഇൻഫെർട്ടിലിറ്റിയുടെ അസുഖമായിട്ട് കാണുന്നത്. ഇത് ആക്ച്വലി ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ PCOD ആണോ എന്നാൽ കുട്ടികൾ ഉണ്ടാവൂല എന്നുള്ളൊരു സംഭവത്തിൽ ആൾക്കാർ എത്തിയിട്ടുണ്ട്. PCOD എന്ന് പറയുമ്പം പലപ്പോഴും അത് കുട്ടികളുണ്ടാകേണ്ട, അതായത് കല്യാണം കഴിഞ്ഞ ശേഷം മാത്രം ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ഒരു അസുഖമാണെന്ന് വിചാരിക്കുന്നിടത്താണ് ഫസ്റ്റ് മിസ്റ്റേക്ക് വരുന്നത്. ഈ നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് സ്റ്റഡീസൊക്കെ പ്രകാരം ഹൈസ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികളുടെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ 50 പെൺകുട്ടികളുള്ളൊരു ക്ലാസ് ആണെങ്കിൽ 25 ആൾക്ക് PCOD ഉണ്ട്. അതായത് 2-ൽ 1 PCOD ഉണ്ട്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് എവിടെ സ്റ്റാർട്ട് ചെയ്യണം? ആ പ്രായത്തിൽ സ്റ്റാർട്ട് ചെയ്യണം, കൗമാരക്കാലത്ത് സ്റ്റാർട്ട് ചെയ്യണം. അതിൽ ബേസിക്കായിട്ട് കറക്റ്റ് ചെയ്യേണ്ടത് ഈ പറഞ്ഞ ലൈഫ് സ്റ്റൈലാണ്. ഫസ്റ്റ് മെഡിസിനെക്കാട്ടിലും ആ പ്രായത്തിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യേണ്ട കാര്യം ലൈഫ് സ്റ്റൈലിലെ മോഡിഫിക്കേഷനാണ്. ഉറക്കം രാത്രി 10 മണി മുതൽ 6 മണി വരെ ഉറങ്ങി പറ്റും. അതിൽ വേറെ വർത്താനില്ല. പകൽ ഇച്ചിരി ഉറങ്ങിയാലും ഓക്കെയാണ്,
രാത്രി ആ സമയത്ത് ഒരുപാട് ലേറ്റായിട്ട് ഉറങ്ങുക, ഒരുപാട് ലേറ്റായിട്ട് എണീക്കുക, അത് ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു ഹാബിറ്റാണ്. അപ്പോൾ അത് കറക്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞൊരു സാധനം അധിക കുട്ടികൾക്കും ഇല്ല. അത് നമ്മൾ ആ സമയത്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. കൗമാരക്കാരായിട്ടുള്ള കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ PCOD ഉണ്ടായിക്കോട്ടെ ഇല്ലാതിരുന്നോട്ടെ, അവരെ നമ്മൾ ഫിസിക്കലി ആക്റ്റീവായിട്ട് നിർത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ്. പിന്നെ അതുപോലെ വരുന്നത് ഇവരുടെ ഫുഡ്. നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റിലേക്ക് വന്നേ പറ്റൂ. ആ പ്രായത്തിൽ നമ്മളത് ചെയ്തേ പറ്റൂ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളിത് കറക്റ്റ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ PCODയിൽ ഇൻഫെർട്ടിലിറ്റി മാത്രമല്ല കോംപ്ലിക്കേഷൻ, ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. ഒബീസിറ്റി വരാം, അമിതവണ്ണം വരാം, അതുപോലെ ഡയബറ്റീസ്. ഞാൻ ഇൻഫെർട്ടിലിറ്റിനെക്കാട്ടിലും പ്രോബ്ലമാറ്റിക്കായിട്ട് ഞാൻ പറയാം ഡയബറ്റീസ് ആണ്. കാര്യം 23 വയസ്സിൽ 22 വയസ്സിലേക്ക് ഇൻസുലിൻ 2 പ്രാവശ്യം എടുക്കുന്ന കേസസ് വരെ നമ്മളടുത്ത് വന്നിട്ടുണ്ട്. അത്ര ചെറിയ പ്രായത്തിൽ ഇവർ ഡയബറ്റിക് ആയി പോകണം. ഇതിൻ്റെ റീസൺ എന്താ? തുടക്കത്തിൽ ഇവരിത് മനസ്സിലാക്കി ഇതിന് പ്രോപ്പറായിട്ട് ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്ത് മെഡിസിൻ എടുത്തത് കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഈ കുട്ടികൾ 23 ഇയേഴ്സിലൊന്നും ഡയബറ്റിക് ആവില്ല. അപ്പോൾ ഇതിന് തുടക്കത്തിലെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളത് PCOD കേസസിൽ വളരെ മരുന്നായിട്ട് കഴിച്ചില്ലെങ്കിൽ പോലും ലൈഫ് സ്റ്റൈലിലെ ചേഞ്ചസ് എങ്കിലും ഡോക്ടറെ കണ്ട് ഇവർ സെറ്റാക്കണം. ഈ ഇത്രയും പ്രായത്തിൽ മരുന്ന് കഴിക്കണോ? മരുന്നൊന്നും കഴിക്കണ്ട. എക്സസൈസ് പ്രോപ്പറാക്കുക, ഡയറ്റ് പ്രോപ്പറാക്കുക, സ്ലീപ്പ് പ്രോപ്പർലി ചെയ്യുക, വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കുക. ഈ കാര്യം ചെയ്താൽ തന്നെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. പലപ്പോഴും കല്യാണം കഴിയുന്നു, പ്രഗ്നൻ്റ് ആവുന്നില്ല, അപ്പോഴാണ് ഇതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ട്രീറ്റ്മെൻറ്റിനെ പറ്റി ചിന്തിക്കുന്നത്. പിന്നെ ചില ആൾക്കാർ ഹാപ്പി എടുക്കാൻ മെൻസസ് ഇല്ലല്ലോ, മറ്റേത് 5-6 ദിവസം കഷ്ടപ്പെട്ടു. അതൊന്നും നമുക്ക് നല്ല സുഖമാണ്. തടി കൂടുന്നു എന്നുള്ള പ്രശ്നം മാത്രമേ കൺസേൺ ചെയ്യുള്ളൂ. പിന്നെ മുടി കൊഴിച്ചിലും അതും ഇല്ല. ഫുൾ ഹാപ്പി. അത് ഒരു തെറ്റിദ്ധാരണയാണ്. അത് ആദ്യം കറക്റ്റ് ചെയ്യണം. പിന്നെ മുടി ഒഴിച്ചിലുള്ളവരും അവർ വരും. മുടി വന്നാൽ മതി, അതിന് സപ്ലിമെന്റ്സ് എന്തെങ്കിലും കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ഹെയർ ഓയിൽ കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ഷാമ്പു കിട്ടിയാൽ മതി, അവർ ഹാപ്പി. പക്ഷെ അതങ്ങനല്ല. എന്തുകൊണ്ട് ഹെയർ ഫോൾ ഉണ്ടാകുന്നത്? അതുപോലെ പിന്നെ വരുന്നത് ഈ പറഞ്ഞ അക്കാന്തോസിസ് അല്ലെങ്കിൽ പിമ്പിൾസ്. ഡോക്ടർ പിമ്പിൾസ് മാറിയാൽ മതി, ബാക്കിയൊന്നും എനിക്ക് വിഷയമില്ല. കുട്ടികൾ അങ്ങനെയാണ് ചിന്തിക്കുക. പക്ഷെ എന്തുകൊണ്ട് പിമ്പിൾസ് വരുന്നത്? ഇവരുടെ ഹോർമോൺസ് ഇംബാലൻസ് ആയിപ്പോയതുകൊണ്ടാണ്. അപ്പോൾ അത് കറക്റ്റ് ചെയ്തെടുക്കുക, പീരിയഡ്സിനെ കറക്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളതൊക്കെ റൈറ്റ് ഫ്രം ദ ബിഗിനിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ശരിക്കും മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളോ? ഇത്രയും കാലത്ത് ഒരു എക്സ്പീരിയൻസിലും പേഷ്യൻസിലൊക്കെ ആയിട്ട് നമ്മളെ മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്ന ഏതെങ്കിലും ഒരു പേഷ്യൻസ്? ഇതെന്താ വെച്ചാൽ ഇൻഫെർട്ടിലിറ്റി കപ്പിളിൻ്റെ അത്രയും ട്രീറ്റ്മെൻറ്റ് കേസ് എന്താ വെച്ചാൽ ഒരുപാട് രസകരമായ സംഗതികൾ, രസകരമായ എന്നുള്ളതല്ല, സങ്കടം ഉണ്ടാക്കുന്ന വിഷമങ്ങൾ ഒരുപാടുണ്ട്. നമുക്കത് ഇത്തരം ഒരു സംഗതിയിൽ പറയാൻ വിഷമമാണ്. ഇപ്പം ഡോക്ടർ ഇഷ്ടം പോലെ ദിവസം ഞാൻ ഇന്നലെ പറയായിരുന്നു, ഞാൻ വല്ല ഇക്ബാൽ കുറ്റിപ്പുറ ആയിരുന്നെങ്കിൽ ഇന്നൊരു സിനിമ ഡയറക്റ്റ്. ഇന്നലെ സ്വർഗനാഥ് പറഞ്ഞു നമുക്കൊരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്നു. അത്രയും ചുറ്റി കറങ്ങി വരുന്ന ഓരോ കഥകൾ, ഭയങ്കര കഥകൾ. കാര്യം നമ്മളെ മുന്നിലിരിക്കുന്ന ഓരോ ആളുകളും ഓരോ മനുഷ്യരാണ്. അവർ വന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. അവരൊക്കെ കടന്നു വന്നിട്ടുള്ള വഴികൾ, രണ്ടുപേരും ഹസ്ബൻഡും വൈഫും കടന്നു വന്നിട്ടുള്ള വഴികൾ. അപ്പോൾ ഇഷ്ടംപോലെ ഒരാൾ രണ്ടാളെല്ലാം മറക്കാൻ പറ്റാത്തത്. നമ്മളടുത്ത് വന്ന ഒട്ടുമിക്ക പേഷ്യൻസിൻ്റെ കേസസും ഭയങ്കര മറക്കാൻ പറ്റാത്ത കാര്യങ്ങൾ തന്നെയാണ്. കാര്യം നമ്മൾ അനുഭവിക്കാത്തതെന്തും, ബെന്യാമിൻ പറഞ്ഞ പോലെ നമ്മൾ അനുഭവിക്കാത്തതെന്തും നമുക്ക് കെട്ടുകഥകളായിട്ടേ തോന്നുന്നു. അപ്പോൾ അതുപോലത്തെ കാര്യങ്ങൾ ഡെയിലി നമ്മൾ കേൾക്കേണ്ടി വരുന്നുണ്ട്. പിന്നെ സന്തോഷങ്ങളാണ് ചോദിച്ചെങ്കിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ഈ ലാസ്റ്റ് ദിവസം തന്നെ ഞാൻ വൈകുന്നേരം ഒരു 6 മണി സമയമൊക്കെ ആയപ്പോൾ ഓൺലൈൻ കേസിൻ്റെ തിരക്കിലാണ്. ഒരാൾ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് സ്റ്റാഫ് വന്ന് പറഞ്ഞ്, ഞാൻ പറഞ്ഞ കേസിലാണ് വെയിറ്റ് ചെയ്യാൻ പറയുന്നത്. ഞാൻ വിചാരിച്ച പേഷ്യൻ്റാണ്. അവർ അരമണിക്കൂറിലധികം സമയം വെയിറ്റ് ചെയ്ത് അവരാകെ വന്നത് പിന്നെ അവർ നമ്മളടുത്തുനിന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്ത് ബേബി ആയത്, ആ ബേബിനെ കാണിക്കാൻ വേണ്ടി മാത്രം അവർ വന്നു. അപ്പം അങ്ങനത്തെ കുറേ സംഭവങ്ങൾ, സന്തോഷങ്ങൾ അങ്ങനെ കുറേ ഉണ്ടാവാറുണ്ട്. അതല്ലാതെ കഥകൾ നമുക്ക് പറയുന്നതിൽ ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, കുഴപ്പമില്ല. ആൻഡ് ഇനി ചോദിക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇൻഫെർട്ടിലിറ്റിയിൽ കുറേ ആൾക്കാർ ഇപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇതിലൊക്കെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നിയിട്ടുള്ള ഒരു പ്രോബ്ലം എന്താ? മിക്ക ആളുകളും നിങ്ങൾ കണ്ടിട്ടുള്ളൊരു ഫിയർ എന്തായിരിക്കും? ഫിയർ എന്നല്ല, അതായത് എന്നെ ഹസ്ബൻഡ് ഇട്ടിട്ട് പോവോ എന്നുള്ളൊരു പേടി സ്ത്രീകൾക്കുണ്ടാവും. ഈ ഒരു കാരണം കൊണ്ട് ഹസ്ബൻഡ് തന്നെ ഇട്ടിട്ട് പോവോ, നേരെ തിരിച്ചുണ്ടാവും. ഇവള് പോയാൽ ഇനി എനിക്ക് എന്ത് ലൈഫ്? അതായത് ഈ ഒരു പ്രശ്നം കൊണ്ട് എന്നെ വൈഫ് ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഇത് നാട്ടുകാർ പറഞ്ഞാൽ നാളെ എനിക്ക് വേറൊരു കല്യാണം സെറ്റ് ആവില്ല, എനിക്ക് ഇനി ലൈഫില്ല. അങ്ങനെ ചിന്തിക്കുന്ന ആണുങ്ങളുണ്ട്, അതുപോലെ സ്ത്രീകളും ഉണ്ട്. പിന്നെ ഇൻലോസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, അതാണ് ഏറ്റവും കൂടുതൽ. അവരുടെ അടുത്ത് എന്ത് സമാധാനം പറയും, അവരെ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും, അവരെങ്ങനെ ഡീൽ ചെയ്യും, ഇതാണ് മെയിനായിട്ട്. സ്വന്തം പാരൻസും കുറ്റം പറഞ്ഞ ഇഷ്ടം പോലെ ആൾക്കാരും ഇല്ല. സ്വന്തം ഉമ്മയും
എനിക്കെന്താവാത്തത് ഈ അത് ചെയ്യാനായിട്ട് ഇത് ചെയ്യാനായിട്ടാണ് ഈ മുമ്പേ അങ്ങനെ പഴയ ചെയ്ത കാര്യങ്ങൾ വരെ പറഞ്ഞ് വേദനിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. എന്നിട്ട് ഹസ്ബൻഡും ഫാമിലിയും സപ്പോർട്ട് ചെയ്യുന്നൊരു ഫാമിലി എനിക്കൊന്നും ഓർമ്മയുണ്ട്. സ്വന്തം ഉപ്പിയും ഇവളെ കുറ്റം എന്നിട്ട് ഇവള് വിട്ടു പോകില്ല, ഹസ്ബൻഡിൻ്റെ കൂടെ നിൽക്കും, ഹസ്ബൻഡെല്ലാം സപ്പോർട്ട് ചെയ്യണം. അങ്ങനെയുള്ള വരെ ആൾക്കാരുണ്ട്. അപ്പം ഇവർക്ക് എന്തും വിഷമമാണ് ആ സമയത്തൊക്കെ. എങ്ങനെ ഇവർ ആൾക്കാർ പെരുമാറുന്നു, എന്തൊക്കെ ചോദിക്കുന്നു, പിന്നെ എങ്ങനെയൊക്കെ കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നതെന്ന് അറിയില്ല. അങ്ങനെ കുറേ സിറ്റുവേഷൻസ് ഇവരുടെ ഇടയിൽ വരും. ഞാനൊരു പരാജയമാണല്ലോ എന്നുള്ള പേടി എല്ലാ ഇൻഫെർട്ടിലിറ്റി കപ്പിൾസിൻ്റെ ഉള്ളിലും ഉണ്ടാകാറുണ്ട്. മറ്റുള്ളവർക്കൊക്കെ പോസിബിളായൊരു കാര്യം എന്നെ കൊണ്ട് പറ്റിയില്ലല്ലോ. സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ ഞാനൊരു ഡെലിവറി കഴിഞ്ഞാലല്ലേ ഞാനൊരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു സ്ത്രീ ആകുള്ളൂ, അതിനെനിക്ക് പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു ഫീലിങ്സ് പലപ്പോഴും സ്ത്രീകൾക്ക്. ഇതിൽ ഞാനിപ്പോൾ പൊതുവരോട് പറയുന്നത് വെച്ചാൽ ഇത് അവരുടെ ഫാൾട്ടല്ല. ഹസ്ബൻഡിനോട് ഞാൻ പറയും, ഇപ്പം അസുസ്പെർമിയായി, അയാൾ മനഃപൂർവ്വം എനിക്ക് അസുസ്പെർമി ആയാൽ മതി, ഒരു പ്ലാൻ ചെയ്യുന്നില്ലല്ലോ. ഇത് മിക്കവാറും കല്യാണം കഴിഞ്ഞതിന് ശേഷം അവർ നോക്കുന്നുണ്ടാവുള്ളൂ. കല്യാണത്തിന് മുമ്പേ അറിഞ്ഞാണെങ്കിൽ പിന്നെ ആൾക്ക് എന്താ ഡിസിഷൻ എടുക്കാൻ പറ്റും. അപ്പോൾ രണ്ട് കേസിലും ഇത് ആരുടെയും കുറ്റമല്ല. ഒരു കാര്യത്തിലും ഇനി ഡയറ്റ് പ്രോപ്പറായിട്ടില്ല, പിന്നെ മുമ്പ് നോക്കാൻ അതുപോലും ഇത് പറയാൻ പറ്റില്ല. കാരണം അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരിലും പിന്നെ പ്രഗ്നൻസി സാധ്യമാവുന്നവരുണ്ട്. അതും പറഞ്ഞു നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തേണ്ട ഒരു സിറ്റുവേഷനും ശരിക്കും ഫെർട്ടിലിറ്റിയിൽ വരുന്നില്ല. അപ്പോൾ അത് മൊത്തത്തിൽ പൊതുജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓരോരുള്ള ബിഹേവിയറിലൊക്കെ മാറ്റങ്ങളുണ്ട്. പൊതുജനങ്ങൾ മനസ്സിലാക്കണം, ഇത് ഫേസ് ചെയ്യുന്ന ആളുകളും മനസ്സിലാക്കണം, അവരുടെ ഒരു മിസ്റ്റേക്ക് അല്ല എന്നുള്ളത് അവർ മനസ്സിലാക്കണം. ഏത് ഞാൻ പറയണത് റോങ് ആയിട്ട് എടുക്കരുത്. അതായത് ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്ത്, പ്രത്യേകിച്ച് PCOD കേസിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്യണമെന്ന് പേഷ്യൻറ്റ് വിചാരിക്കണം. ഞാനെപ്പോഴും എൻ്റെ പേഷ്യൻസിനോട് പറയാറുള്ളതാണ്, ഇത് PCOD മാറുമോ എന്ന് ചോദിക്കുക അവർ വന്നിട്ട്. PCOD മാറണമെങ്കിൽ ഞാൻ മാത്രം വിചാരിച്ചിട്ട് അല്ല, നിങ്ങളും കൂടി വിചാരിക്കണം അവരെടുത്ത് പറയും. കാര്യം ലൈഫ് സ്റ്റൈൽ മാറ്റണം, ഇത് ചെയ്യണം അത് ചെയ്യണം എന്ന് നമുക്ക് പറയാനേ പറ്റുള്ളൂ. അത് ചെയ്യേണ്ടത് അവരാണ്. അപ്പം അത് ചെയ്തിട്ടും വർക്കാണില്ലെങ്കിൽ അത് അവരുടെ മിസ്റ്റേക്ക് അല്ല എന്നുള്ളത് അവർ മനസ്സിലാക്കണം. പക്ഷെ ഇത് ചെയ്യാതിരിക്കണത് ശരിയല്ല. അപ്പോൾ ഫിയർ എന്ന് പറയുമ്പം ഈ ഒരു പരാജയപ്പെട്ടു എന്നുള്ളൊരു സാധനം, അല്ലെങ്കിൽ ഞാനൊരു ഫെയിലിയർ ആണെന്നുള്ള സാധനമാണ് അധികം ആൾക്കാർക്കും ഉണ്ടാവാറുള്ളത്. അപ്പം അതിൻ്റെ ഒരു ആവശ്യമില്ല. കാര്യം ഇത് 100% അവരുടെ കയ്യിലുള്ള കാര്യമൊന്നുമല്ല. അതിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഫിസിക്കൽ ഫാക്ടേഴ്സ്, മെൻ്റൽ ഫാക്ടേഴ്സ്, പഠിച്ചവൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ഫാക്ടേഴ്സ് എല്ലാം ഇതിൽ ഇൻവോൾവ് ആണ്. പ്രാർത്ഥനയ്ക്കൊരു ഹോപ്പാണ് അപ്പോൾ.